പലനാടൻ ട്രാവലറിൻ്റെ സൗത്ത് ആഫ്രിക്കൻ കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനെന്നുള്ളത് സൗത്ത് ആഫ്രിക്കയിലെ വെസ്റ്റേൺ കേപ്പിലെ നൈസ്നയിലാണ്. അവിടെ നിന്നും ജോർജിലൂടെ സഞ്ചരിച്ച് സ്വാറ്റ്ബർഗ് പർവ്വതനിരകളും അതിസുന്ദരമായ വാലികളും കണ്ടുകൊണ്ടാണ് ഇന്നത്തെ യാത്ര. വലതുവശത്തായി കാണുന്നത് ടൂറിസ്റ്റ് ഹോമുകളും അപ്പാർട്ട്മെൻറ്റുകളും ഒക്കെയാണ്. ഇത്തരം ഏരിയയിൽ റൂമുകൾ എടുത്താൽ മനോഹരമായ സമുദ്രവും ലഗൂൺ കാഴ്ചകളുമൊക്കെ കണ്ടാസ്വദിക്കുവാൻ കഴിയും. ഓരോ യാത്രയും നമുക്ക് നൽകുന്നത് സുന്ദരമായ കാഴ്ചകളും വ്യത്യസ്തങ്ങളായ അറിവുകളുമാണ്. പക്ഷേ ഈ യാത്രയിൽ അതിസുന്ദരമായ കാഴ്ചകൾക്കപ്പുറം ലോക ക്രിക്കറ്റ് ആരാധകരെ കണ്ണീരിലാഴ്ത്തിയ ഇടത്തിലൂടെയാണ് എൻ്റെ ഇന്നത്തെ യാത്ര. ഇന്ത്യൻ മഹാസമുദ്രവും കോസ്റ്റൽ തീരങ്ങളുമൊക്കെയാണ് ഈ കാണുന്നത്. സുന്ദരമായ മലനിരകൾക്ക് സമീപത്തു കൂടിയുള്ള യാത്ര കാഴ്ചകൾക്ക് കൂടുതൽ മെഴിവേകുന്നുണ്ട്. ഏകദേശം 150 കിലോമീറ്റർ ദൂരത്തിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. യാത്രയിലെ ഒരു ചെറിയ വെല്ലുവിളിയായി ഇന്നും എൻ്റെ മുൻപിലുള്ളത് കറുത്ത് മൂടിക്കെട്ടി കിടക്കുന്ന ആകാശമാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്തേക്കാം. മുന്നോട്ട് പോകുന്തോറും ചാറ്റൽ മഴ ചെറുതായി കൂടി വരുന്നുണ്ട്. കണ്ണെത്താ ദൂരത്തോളം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്നുമുണ്ട്. ചിലയിടങ്ങളിൽ വാഹനങ്ങളെയൊക്കെ തടഞ്ഞു നിർത്തി പോലീസ് വെരിഫിക്കേഷനും നടത്തുന്നുണ്ട്. ഈ ഏരിയയിൽ ഇരുവശത്തും രണ്ടായി വിഭജിച്ച് 2 വരി പാതയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സുന്ദരമായ മരങ്ങൾ വച്ച് ഇരുവശവും മനോഹരമാക്കിയിട്ടുണ്ട്. ഇടതുവശത്ത് കാണുന്ന മരങ്ങളെല്ലാം ഇല കൊഴിച്ച് കളർ മാറി ഒരു പ്രത്യേക ഭംഗിയിലാണ് നിൽക്കുന്നത്. ഇലകളെല്ലാം ഇളം ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ അതിമനോഹരമായ കടൽ തീരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രമാണിത്. അങ്ങ് ദൂരത്തായി വലിയ പില്ലറുകൾക്ക് മുകളിൽ പണിതിരിക്കുന്ന റോഡിൻ്റെ ഭാഗങ്ങളും ഈ ഏരിയയിൽ എത്തുമ്പോൾ നമുക്ക് കാണാനാകും. കൂറ്റൻ തിരമാലകൾ തലതല്ലി തകർത്ത് തീരത്തേക്ക് കടന്നു വരുന്നുണ്ട്. കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന തീരങ്ങളാണ് ഈ ഏരിയയിൽ നിന്നും കാണാൻ കഴിയുക. യാത്രക്കാർക്ക് വാഹനങ്ങൾ നിർത്തി കാഴ്ചകൾ കാണാൻ തയ്യാറാക്കിയിട്ടുള്ള ഏരിയയാണിത്. യാത്രക്കാർ പാലിക്കേണ്ട മുൻകരുതലുകളെല്ലാം സൂചനാ ബോർഡുകളിൽ വിവരിച്ചിട്ടുണ്ട്. മലമുകളിൽ നിന്നും ഒഴുകി താഴേക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിക്കുന്ന നദിയാണ് ഇടതുവശത്ത് കാണുന്നത്. വളരെ കറുത്ത് മലിനമായ രീതിയിലാണ് ഇവിടെ നിന്നാൽ നമുക്ക് ആ നദിയെ കാണാൻ കഴിയുക. എന്നാൽ അത് നല്ല ക്ലിയർ വാട്ടറാണ് എന്നാണ് ഗൈഡ് പറഞ്ഞത്. കാരണം അടിഭാഗത്തുള്ള സാൻഡിൻ്റെയും മൗണ്ടൻ്റെയും റിഫ്ലക്ഷനുകളാണ് ആ പ്രതിഭാസത്തിന് കാരണം. മഞ്ഞ നിറത്തിലുള്ള പൂക്കളും പച്ചപ്പും നിറഞ്ഞ സുന്ദര പ്രദേശം. വർഷം മുഴുവനും ഏകദേശം ഇതുപോലത്തെയുള്ള കാലാവസ്ഥയാണ് ഈ ഏരിയയിൽ. വശങ്ങളിലെ റോഡുകളിൽ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ യാത്രയ്ക്ക് പ്രശ്നമൊന്നും അനുഭവപ്പെടുന്നില്ല. ജോർജിലേക്കും നൈസ്നയിലേക്കും പോകുന്ന ചരക്ക് വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളുമെല്ലാം ഈ റൂട്ടിൽ ധാരാളമുണ്ട്. വിക്ടോറിയ ബേയിലേക്ക് പോകുന്ന റൂട്ടാണ് ഇടതുവശത്തുള്ളത്. പക്ഷേ ആ ബോർഡിൽ മുഴുവനും സഞ്ചാരികൾ സ്റ്റിക്കർ ഒട്ടിച്ച് നാശമാക്കിയിട്ടുണ്ട്. ജോർജ് ഔട്ട്ഷൂൺ പാതയിലൂടെയാണ് എനിക്ക് പോകേണ്ടത്. നിരവധി റോഡുകൾ വന്ന് സംഗമിക്കുന്ന ഏരിയയാണിത്. ഇരുവശത്തു നിന്നും വന്ന് റോഡുകൾ മെർജാകുന്ന ഒരു മനോഹര കാഴ്ചയാണിത്. മലമുകളിലേക്ക് എത്തുമ്പോൾ സുന്ദരമായ പട്ടണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതാണ് സൗത്ത് ആഫ്രിക്കയിലെ ജോർജ് പട്ടണം. ധാരാളം വ്യവസായശാലകളും വെയർഹൗസുകളും അപ്പാർട്ട്മെൻറ്റുകളുമൊക്കെ അടങ്ങുന്ന ഒരു മനോഹര പ്രദേശം.
ജോർജ് നഗരത്തിലേക്ക് കയറിയപ്പോഴേക്കും മഴയുടെ ശക്തിയും കൂടിയിട്ടുണ്ട്. വലതുവശത്ത് കാണുന്നത് ഷോപ്പിംഗ് മാളുകളും കഫേകളും അടങ്ങുന്ന കെട്ടിട സമുച്ചയങ്ങളാണ്. ഓരോ സ്ഥലത്തും എന്തൊക്കെയാണുള്ളത് എന്ന് അതാത് പ്രദേശത്തെ പ്രധാന വലിയ ബോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രകൃതിക്ക് ഒരു കോട്ടവും തട്ടാതെ വളരെ ആസൂത്രിതമായാണ് ഓരോ ഏരിയയും പണിതിരിക്കുന്നത്. മരങ്ങളും ചെടികളുമൊക്കെ നട്ടുവളർത്തി പരിപാലിച്ചാണ് നഗരത്തെ വളരെ മനോഹരമാക്കിയിട്ടുള്ളത്. ഗാർഡൻ റൂട്ടിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ജോർജ് ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിലൊന്നാണ്. പർവ്വതങ്ങളും വനങ്ങളും ബീച്ചുകളും ഒപ്പം സമ്പന്നമായ ചരിത്രം എന്നിവയുടെ ഒരു മിശ്രിതം കൂടിയാണ് ഇവിടം. ഔട്ടേനുക്വ പർവ്വതനിരകൾ ഈ നഗരത്തിന് പ്രശസ്തിയുടെ മറ്റൊരു മുഖം തന്നെ ചാർത്തി കൊടുക്കുന്നുണ്ട്. ഏറ്റവും തിരക്കേറിയ ജോർജ് പ്രാദേശിക വിമാനത്താവളം ഇവിടെയാണുള്ളത്. ചെറുതാണെങ്കിലും ആധുനികമായ വിമാനത്താവളം ഗാർഡൻ റൂട്ടിലെ കേപ്പ് ടൗൺ, ജോഹന്നാസ്ബർഗ് തുടങ്ങിയ പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ജോർജ് ഹോസ്പിറ്റലാണ് ഇടതുവശത്തായി കാണുന്നത്. ഹോസ്പിറ്റൽ പരിസരത്തും നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. സിറ്റി പ്രദേശത്ത് നിന്നും നമ്മളിപ്പോൾ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഗാർഡൻ റൂട്ടിലെ പർവ്വതനിരകളാണ് ഔട്ടേനുക്വ പർവ്വതനിരകൾ. ഔട്ടേനുക്വ എന്നത് ഖോയ്സാൻ ഭാഷയിൽ നിന്നും വന്നതാണ്. അതായത് തേൻ വഹിക്കുന്ന ആളുകൾ എന്നർത്ഥം. ഒരു കാലത്ത് ഈ പർവ്വതങ്ങൾ സാൻ ഖോയി ജനതയുടെ പ്രധാന കേന്ദ്രമായിരുന്നു. അവർ കരയിൽ നിന്നും മാറി വേട്ടയാടി ജീവിച്ചിരുന്നത് ഈ മലനിരകളിലായിരുന്നു. Unfortunately, 20 years back, Hansi Cronje died in this mountain range. In this mountain? Due to a plane crash. Oh my God. So you can see how misty it is. And unfortunately, he boarded a cargo flight. There was no commercial flights available for him to go to Johannesburg. He boarded a cargo flight and unfortunately, he died with the 2 pilots in this mountain. 20 വർഷങ്ങൾക്ക് മുൻപ് ക്രിക്കറ്റ് ആരാധകരെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ഇടത്തുകൂടിയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കൻ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റനായിരുന്ന ഹാൻസി ക്രോണിയ ജോഹന്നാസ്ബർഗിൽ നിന്നും ജോർജ് വിമാനത്താവളത്തിലേക്ക് ഒരു കാർഗോ വിമാനത്തിൽ 2 പൈലറ്റുമാരോടൊപ്പം സഞ്ചരിക്കുകയുണ്ടായി. അസ്ഥിരമായ കാലാവസ്ഥ കാരണം ജോർജ് എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുന്ന വേളയിൽ ഈ മലമുകളിലൂടെ അവർക്ക് കറങ്ങി സഞ്ചരിക്കേണ്ടി വന്നു. അസ്ഥിര കാലാവസ്ഥയും സാങ്കേതിക തകരാറുകളും കാരണം വിമാനം ഈ മലമുകളിൽ തകർന്നു വീണു. ഹാൻസി ക്രോണിയോടൊപ്പം വിമാനം പറത്തിയിരുന്ന 2 പൈലറ്റുമാരും മരണപ്പെടുകയുണ്ടായി. ഒരു ക്രിക്കറ്റ് പ്രേമിയായിരുന്ന എനിക്ക് അന്നത് വളരെ ഷോക്കായ ഒരു അനുഭവമായിരുന്നു. ഇന്ന് ആ പ്രദേശത്ത് കൂടി സഞ്ചരിക്കുമ്പോൾ അതിലും വലിയ വിഷമം മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഔട്ടേനുക്വയുടെ കാലാവസ്ഥ പ്രവചനാതീതമാണ്. ഒരു ദിവസത്തിൽ 4 സീസണുകളാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. തീരദേശ പ്രദേശമായ ജോർജിൻ്റെ ഇടയ്ക്ക് മൂടൽമഞ്ഞും മഴയും ഒപ്പം പച്ച നിറഞ്ഞ പ്രദേശവുമാണ്. ഉൾനാടൻ വശമായ ഔട്ട്ഷോൺ വരണ്ടതും ചൂടുള്ളതും ചിലപ്പോൾ അർദ്ധവരണ്ടതുമായ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുക. പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങൾക്ക് മുകളിലൂടെ കോടമഞ്ഞ് അരിച്ചിറങ്ങുന്ന മനോഹര കാഴ്ചയാണിത്. ഇടയ്ക്ക് ചാറ്റൽ മഴയും കൂട്ടിനുണ്ട്. ഗ്ലാസ് തുറന്ന് കൈ പുറത്തേക്കിട്ടപ്പോൾ മരവിക്കുന്ന തണുപ്പാണ് അനുഭവപ്പെടുന്നത്. അതിഗംഭീരമായ പാറക്കെട്ടുകൾക്ക് മുകളിലാണ് ഇത്തരം മരങ്ങൾ വളർന്നു നിൽക്കുന്നത്. ചിലയിടങ്ങളിലൊക്കെ വലിയ പാറക്കെട്ടുകൾ പൊട്ടിച്ചു മാറ്റി മധ്യഭാഗത്തുകൂടി വലിയ വഴിയുണ്ടാക്കിയാണ് റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഔട്ടേനുക്വ കാഴ്ചകൾക്ക് ഭംഗിയുണ്ടെങ്കിലും ഒരു വലിയ ദുരന്തത്തിൻ്റെ കഥ കൂടിയാണ് ഈ ഇടം പേറുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും മൗണ്ടൻ്റെ ഹൈറ്റ്സുമൊക്കെ നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇന്ന് ഈ യാത്രയിലും അസ്ഥിരമായ കാലാവസ്ഥയും കോടമഞ്ഞുമൊക്കെ കണ്ടുകൊണ്ടാണ് ഞാനും യാത്ര ചെയ്യുന്നത്. ഒരുപക്ഷെ അന്നും ഇതുപോലെയുള്ള കാലാവസ്ഥയായിരിക്കും അത്തരമൊരു ദുരന്തത്തിലേക്ക് വഴിവെച്ചത്.
ഔട്ടേനിക്വ പർവ്വതനിരകളുടെ ഏകദേശം മുകൾ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. പൈൻ മരങ്ങൾ നിറഞ്ഞ പ്രദേശമാണിവിടം. പ്രധാന റോഡിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് ഔട്ട്ഷൂൺ ഭാഗത്തേക്കാണ് ഇനി എനിക്ക് സഞ്ചരിക്കേണ്ടത്. യൂണിയൻ ഡെയിൽ ജോബർട്ടീന പ്രദേശത്തേക്ക് പോകുന്നതാണ് ഈ നേരെ കാണുന്ന റോഡ്. സൗത്ത് ആഫ്രിക്കയിലെ ടോപ്പ് ക്വാളിറ്റി ആപ്പിളുകളും പിയേഴ്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇടമാണ് ജോബർട്ടീനയിലെ ലാംഗ്ക്ലൂഫ് വാലി. N12 R62 ഔട്ട്ഷൂൺ 33 റോഡാണിത്. ഇനിയാണ് ഏറ്റവും മനോഹരമായ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ നമ്മൾ പോകുന്നത്. മുന്തിരിയും ആപ്പിളുകളുമൊക്കെ ഈ ഭാഗത്തും കൃഷി ചെയ്യുന്നുണ്ട്. ഈ റൂട്ടിൽ ഏറ്റവും മനോഹരമായി നമുക്ക് അനുഭവപ്പെടുക റോഡ് വക്കുകളിൽ സ്വാഭാവികമായി വളർന്നു നിൽക്കുന്ന മനോഹരമായ കുറ്റിച്ചെടികളും ചെറു സസ്യങ്ങളും പുഷ്പങ്ങളും ഒക്കെയാണ്. റോഡിന് വശങ്ങളിൽ ഫെൻസിംഗ് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. മനോഹരമായ കൃഷിപ്പാടങ്ങൾക്ക് നടുവിലൂടെയാണ് ഈ റോഡ് ഇപ്പോൾ കടന്നു പോകുന്നത്. മുൻപോട്ട് പോകുന്തോറും പ്രദേശത്തിൻ്റെ ഭംഗിയും സൗന്ദര്യവുമൊക്കെ കൂടി വരുന്നുണ്ട്. ഓസ്ട്രിച്ച് ഫാമുകൾക്ക് ഏറെ പ്രശസ്തി നേടിയ ഏരിയയാണിത്. ചിലയിടങ്ങളിൽ കൃഷിപ്പാടത്തിന് നടുവിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചെറുമരങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ചിലയിടങ്ങളിലൊക്കെ റോഡ് സൈഡിൽ കാണുന്ന കുറ്റിക്കാടുകൾ ഒരു വലിയ വനമേഖല പോലെയായി മാറുന്ന കാഴ്ചകളും കാണാൻ കഴിയുന്നുണ്ട്. ഈയിടത്ത് ഒരു മലയെ ചുറ്റി വരഞ്ഞു കിടക്കുന്നത് പോലെയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതുവഴി സഞ്ചരിക്കുമ്പോൾ മലയുടെ ഇരുവശത്തെയും കാഴ്ചകൾ കാണാൻ കഴിയും. പ്രധാന പാതയുടെ സമീപത്തു കൂടി ഔട്ട്ഷോണിലേക്ക് പോകുന്ന റെയിൽവേ ട്രാക്കും നമുക്ക് കാണാം. അതിന് തൊട്ടടുത്തായി തന്നെ മനോഹരമായൊരു അരുവിയുമുണ്ട്. ഔട്ടേനിക്വ ചൂജോ റെയിൽവേ ലൈനാണിത്. ഔട്ട്ഷൂൺ പട്ടണത്തിന് തൊട്ടടുത്തുള്ള റാഡേമെയർ സ്ട്രീറ്റിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഇതൊരു റെസിഡൻഷ്യൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ സ്ട്രീറ്റാണ്. ഓസ്ട്രിച്ച് ഫാമുകളും കേപ്പ് ഡച്ച് ആൻഡ് വിക്ടോറിയൻ ആർക്കിടെക്ചർ മോഡൽ വീടുകളും ഈ പ്രദേശത്തിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ്. 1800, 1900 കാലഘട്ടത്തിലാണ് ഇത്തരം വീടുകൾ ഇവിടെ പണികഴിപ്പിച്ചിട്ടുള്ളത്. സിറ്റി ഭാഗങ്ങൾ കഴിഞ്ഞ് വീണ്ടും സുന്ദരമായ വാലിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ അതിഗംഭീരമാണ്. മനോഹരമായ വാലികളും കൃഷിപ്പാടങ്ങളും പൂത്ത് നിൽക്കുന്ന ചെടികളും മരങ്ങളും ഒക്കെ മറ്റൊരു അനുഭൂതിയാണ് നമുക്ക് സമ്മാനിക്കുന്നത്.
താഴെയെല്ലാം പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളുടെ കൃഷിപ്പാടങ്ങളാണ്. ജലസേചനത്തിനായി നിർമ്മിച്ചിരിക്കുന്ന വലിയ കുളങ്ങളും ഈ ഏരിയയിൽ നമുക്ക് കാണാം. ഇനി അങ്ങോട്ടുള്ള 7 കിലോമീറ്റർ ഹൈ റിസ്ക് ഏരിയയാണ്. ഉരുണ്ട പാറക്കല്ലുകൾ എപ്പോൾ വേണമെങ്കിലും റോഡിലേക്ക് പതിക്കാമെന്നുള്ള സൂചനാ ബോർഡുകളൊക്കെ റോഡ് വക്കിൽ നൽകിയിട്ടുണ്ട്. വളരെ കെയർഫുൾ ആയിരിക്കണം ഇതുവഴിയുള്ള യാത്ര. വഴിവക്കിൽ ഈ ഏരിയയിലൊക്കെ ധാരാളം റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളുമൊക്കെ ഉണ്ട്. പ്രദേശത്തിൻ്റെ സ്വാഭാവിക ഭംഗി ആസ്വദിച്ച് കാഴ്ചകൾ കാണാനും ലോക്കൽ ഫുഡുകളുമൊക്കെ ടേസ്റ്റ് ചെയ്യുവാനുമൊക്കെ ഇത്തരം ഇടങ്ങൾ നമ്മെ സഹായിക്കും. ഒരു രക്ഷയുമില്ലാത്ത അത്ഭുതങ്ങൾ നിറഞ്ഞ മനോഹര കാഴ്ചകളാണ് ഓരോ നിമിഷവും നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നത്. അതിസുന്ദരമായ വാലികളാണ് ഇവിടെ നിന്നും എനിക്ക് കാണാൻ കഴിയുന്നത്. ഇളം വെയിൽ നന്നായി അടിക്കുന്നുണ്ടെങ്കിലും ഡ്രൈവർ മാസിക്ക് അതൊരു പ്രശ്നമേ അല്ല. തട്ടുതട്ടുകളായി തിരിഞ്ഞ് പല ഷേപ്പുകളിലൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ മലനിരകൾ രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. എല്ലാ മലനിരകളും നല്ല പച്ച പതിച്ച് നിൽക്കുകയാണ്. എവിടേക്ക് കണ്ണോടിച്ചാലും വിശ്വസിക്കാനാകാത്ത മനോഹര കാഴ്ചകൾ. റോഡിലേക്ക് തള്ളി നിൽക്കുന്ന ഗംഭീര പാറക്കൂട്ടങ്ങളാണ് ഈ പ്രദേശങ്ങളിലെ മറ്റൊരു പ്രത്യേകത. ലോക പ്രശസ്തമായ കാംഗോ കേവ്സിലേക്ക് ഇവിടെ നിന്നും 7 കിലോമീറ്റർ ദൂരമാണുള്ളത്. റോഡ് വക്കുകളിൽ ഇവിടെയും ചിലയിടങ്ങളിൽ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട്. മലയിടിഞ്ഞ് താഴേക്ക് പതിച്ചിട്ടുണ്ട്. അവയിലെ മണ്ണും മരങ്ങളുമൊക്കെ നീക്കുന്ന തിരക്കിലാണ് ഇവിടുത്തെ തൊഴിലാളികൾ. പർവ്വതങ്ങൾക്കും മലഞ്ചെരിവുകൾക്കും നടുവിലൂടെ വളഞ്ഞും പുളഞ്ഞും കിടക്കുന്ന റോഡുകൾ. ഇവയ്ക്ക് താഴെ സുന്ദരമായ വാലിയും കൃഷിപ്പാടങ്ങളും.
വീടുകളും ഫാമുകളും അങ്ങനെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത കാഴ്ചകളാണ് ഈ ഏരിയയിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുക. താഴെ ഫാമിൽ പുല്ലുകൾ മേഞ്ഞു നടക്കുന്ന ആട്ടിൻകൂട്ടങ്ങളെയും നമുക്ക് ഈ യാത്രയിൽ കാണാം. ഇടതുവശത്തായി അഡ്വഞ്ചർ ട്രെയിൽസ്, ക്യാമൽ റൈഡ്സ് ഏരിയ ഒക്കെയാണ്. അതിനായി ഉപയോഗിക്കുന്ന ഒട്ടകങ്ങളെയും നമുക്കിവിടെ കാണാൻ കഴിയും. അങ്ങ് ദൂരെ മലഞ്ചെരികൾക്ക് താഴ്ഭാഗത്തായി കാണുന്നത് ലോക പ്രശസ്തമായ കാങ്കോ കേവ്സിലെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഇടമാണ്. മഞ്ഞും മഴയും കാനന പാതയും വാലിയും പാടശേഖരങ്ങളുമൊക്കെ ആസ്വദിച്ച് പലനാടൻ്റെ യാത്രകൾ തുടരുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുവാനും. ഏറെ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന കാങ്കോ കേവ്സിലേക്കാണ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിലെ വെസ്റ്റേൺ കേപ്പിലെ കാങ്കോ കേവ്സിൻ്റെ ഗംഭീര കാഴ്ചകൾക്കായി കാത്തിരിക്കൂ. ഒപ്പം വരൂ, ഒത്തിരി കാണാം.